ദ ജേർണലിസ്റ്റിലേക്ക് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധക്കൊതിയന്മാരായ ഭരണാധികാരികളുടെ ലിസ്റ്റിലേക്ക് രണ്ടുപേർ കൂടി ഈ അടുത്ത് കയറിക്കൂടിയിട്ടുണ്ട്. ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, രണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇരുവരും കഴിഞ്ഞ കുറെ നാളുകളായി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് താൻ അധികാരത്തിലേറിയാൽ സമാധാനത്തിന്റെ മാടപ്രാവായി വന്നിട്ട് ഈ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് ലോകത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു. ലോക സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് മുതലേ ട്രംപ് ഈ വാലുപൊക്കലുകൾ നടത്തിയത് എന്ന് പല പ്രചാരണങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ട്രംപ് പറഞ്ഞത് ഞാൻ സമാധാനവാദിയാണ്, യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നായിരുന്നു. എന്നാൽ അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി കുറെ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി. ഒരു വശത്ത് സമാധാനം പറയും, മറുവശത്ത് യുദ്ധത്തെ സഹായിക്കും. ഇരട്ടത്താപ്പിൽ ഊന്നി ആടി ആടി അങ്ങനെ മുന്നോട്ട് പോയി ഒടുവിൽ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിന്റെ 7 അയലത്തേക്ക് ട്രംപിനെ അടുപ്പിച്ചില്ല. ഇതോടുകൂടി ആശാൻ കട്ടക്കലിപ്പിലായി തനി സ്വരൂപം പുറത്തെടുത്തു. പിന്നെ അങ്ങോട്ട് യുദ്ധത്തോട് യുദ്ധമായിരുന്നു. വെനസ്വേല എന്ന രാജ്യത്തേക്ക് കടന്നു കയറി അവിടുത്തെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുത്തെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുവന്ന് അഴിക്കുള്ളിലാക്കി. അതിനുശേഷം വെനസ്വേലയിലെ എണ്ണ മുഴുവൻ സ്വന്തമാക്കി ഇപ്പോൾ അത് വിറ്റ് കളിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാനിലേക്ക് ഒന്ന് കയറി നോക്കിയതാണ്. പക്ഷേ മൂട്ടിൽ തീ പിടിച്ചപ്പോൾ ഓടടാ ഓട്ടമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവസ്ഥയും വിഭിന്നമല്ല. വലിയ തോതിലുള്ള തിരിച്ചടി നെതന്യാഹുവിനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധക്കൊതിയന്മാരായ 2 ഭരണാധികാരികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിന്റെ കാവ്യരീതി എന്ന് വിളിക്കാവുന്ന ദയനീയമായ ദുരന്താവസ്ഥയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നോക്കുക, ഇന്ന് മാതൃഭൂമിയിൽ വന്ന വാർത്ത. നന്ദി കെട്ടവൻ. നെതന്യാഹുവിനോട് രോഷാകുലനായി ട്രംപ്. ലെബനനിലെ നടപടി തടഞ്ഞു, ചർച്ച പുനരാരംഭിച്ച് ഇറാൻ. ഇതിൽ ചർച്ച പുനരാരംഭിച്ച് ഇറാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ വാദമാണ് കേട്ടോ. ഇറാൻ ഇപ്പോഴും ഔദ്യോഗികമായി അത് പ്രഖ്യാപിച്ചിട്ടില്ല. ഇറാനെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ പറഞ്ഞത് ഇനിയും അമേരിക്കയ്ക്ക് വഴങ്ങി ചർച്ചകൾക്ക് വരുന്നില്ല എന്ന് ഇറാൻ നിലപാട് സ്വീകരിച്ചു എന്നാണ്. എന്തായാലും ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുദ്ധക്കൊതിയന്മാരായ 2 ഭരണാധികാരികൾ ഇറാന്റെ ഗെയിം പ്ലാനിൽ വീണ് തമ്മിൽ തല്ലി തകരുന്നു എന്ന് തന്നെയാണ്. നോക്കൂ, ലെബനനിലെ സൈനിക നടപടികളുടെ പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് രോഷാകുലനായി. ബെയ്റൂത്തിൽ ഇസ്രായേൽ സൈനിക നീക്കം നടത്തുന്നത് വെടിനിർത്തൽ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ US-ഉമായുള്ള ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഭീഷണി മുഴക്കിയത് പിന്നാലെയാണിത്. തിങ്കളാഴ്ച നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ട്രംപ് രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ബുദ്ധിശൂന്യനെന്നും നന്ദി കെട്ടവനെന്നും നെതന്യാഹുവിനെ ട്രംപ് കുറ്റപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ബെയ്റൂത്തിലെ ഇസ്രായേൽ സൈനിക നടപടി ട്രംപ് തടയുകയും ചെയ്തു. നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതായും സൈനിക നടപടി തടഞ്ഞതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിൽ തന്നെ പറയുന്ന മറ്റൊരു ഭാഗം നോക്കുക. ലെബനൻ തലസ്ഥാനത്ത് ബോംബിടാനുള്ള നീക്കം ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്ന് ട്രംപ് നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ ഭ്രാന്തരാണ്, ഞാനില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ജയിലിലായേനെ, ഞാൻ നിങ്ങളെ രക്ഷിച്ചു, ഇപ്പോൾ എല്ലാവർക്കും നിങ്ങളെ വെറുപ്പാണ്, അതിന്റെ പേരിൽ എല്ലാവരും ഇസ്രായേലിനെയും വെറുക്കും. ട്രംപ് ഇങ്ങനെ പറഞ്ഞതായി ഒരു US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് യുദ്ധക്കൊതിയന്മാരായ 2 ഭരണാധികാരികൾ ഇപ്പോൾ ഇറാന്റെ കൃത്യമായ തിരിച്ചടിയെ തുടർന്ന്, കൃത്യമായ ഗെയിം പ്ലാനിനെ തുടർന്ന് ഹോർമുസിൽ ഇറാൻ അടി തുടങ്ങിയപ്പോൾ ഇവര് തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണ്? ഇസ്രായേൽ ഓരോ പ്രകോപനം നടത്തുമ്പോഴും അതിന് അടിയേറ്റുവാങ്ങുന്നത് അമേരിക്കയാണ്. ലെബനനെ ഇസ്രായേൽ കടന്നു കയറി ആക്രമിച്ചപ്പോൾ ഇറാൻ കൃത്യമായൊരു ഗെയിം പ്ലാൻ നടപ്പാക്കി ഹോർമുസിൽ അമേരിക്കയുടെ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടത്തി. അതിന് തൊട്ടു മുമ്പ്, മണിക്കൂറുകൾക്ക് മുൻപ് കുവൈറ്റിൽ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തി. ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കയുടെ 20ഓളം സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ ഇറാന് സാധിച്ചു. പൂർണ്ണമായി തകർത്തു എന്നല്ല, അവിടങ്ങളിലൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി ഇസ്രായേൽ ഓരോ യുദ്ധവും നടത്തുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധമില്ലെങ്കിൽ അഴിക്കുള്ളിൽ പോകുമെന്ന ഭീതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നെതന്യാഹു ലെബനനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതെങ്കിലും രാജ്യത്തെയോ ഇടയ്ക്കിടെ ആക്രമിച്ച് യുദ്ധം സജീവമാക്കും. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക സമ്മതിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നേരെ ആക്രമിക്കാൻ പോകുന്നത് എങ്ങോട്ടാണ്? അത് ലെബനനിലേക്കാണ്. ലെബനനിൽ ആക്രമണം കടുപ്പിച്ച് ലെബനൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തിരിച്ചടിയായി ഇറാൻ അമേരിക്കയ്ക്ക് അടി കൊടുക്കുന്ന കാഴ്ചയാണ് ഹോർമുസിൽ കണ്ടത്. ഹോർമുസിൽ കൂടുതൽ കടുപ്പിക്കാൻ പോവുകയാണ്. വേണ്ടി വന്നാൽ ചെങ്കടലും ഞങ്ങൾ അടച്ചുപൂട്ടും, ബാബൽ മന്ദബ് കടലെടുക്കും ഞങ്ങൾ അടച്ചുപൂട്ടുമെന്നാണ് ഇറാന്റെ ഏറ്റവും പുതിയ ഭീഷണി. ഇത് അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുക. കാരണം നമുക്ക് ഓർമ്മയുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം,
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ സമയത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. അന്ന് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ശക്തമായി നിൽക്കുന്ന ഘട്ടമാണ്. അന്ന് ഹൂത്തികൾ ചെങ്കടൽ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം നടത്തുന്ന സമയം അധികാരത്തിലേറി ആദ്യം ഈ യുദ്ധത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെങ്കടൽ ഹൂത്തികൾ ഉപരോധിച്ചതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് അന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞത്. അതായത് ഹൂത്തികൾ ചെങ്കടൽ ഉപരോധിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന മട്ടിൽ ജോ ബൈഡൻ പല പരാമർശങ്ങളും നടത്തിയെങ്കിലും ട്രംപ് അധികാരത്തിലേറിയ ഉടനെ ആദ്യം അത് തിരുത്തിക്കൊണ്ട് പറഞ്ഞത് ഹൂത്തികൾ നടത്തുന്ന ബ്ലോക്കേജ് അത് വലിയ നാശനഷ്ടങ്ങൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും ലോകത്തിന്റെ പല ഭാഗങ്ങൾക്കും രാജ്യങ്ങൾക്കും ഇസ്രായേലിനും ഉൾപ്പെടെ ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു. അന്ന് അങ്ങനെ ഒരു വാർത്ത വായിച്ചതായി ഞാൻ ഓർക്കുന്നു. അപ്പോ ഹോർമുസ് കടലിടുക്ക് പോലെ തന്നെ ബാബൽ മന്ദബ് കടലിടുക്ക് ചെങ്കടൽ ഉപരോധിക്കുന്നത് അത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ തങ്ങൾക്കുണ്ടാക്കും, വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് നേരത്തെ അമേരിക്ക തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോഴാ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ സ്വീകരിക്കുന്ന തന്ത്രപരമായ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ചെങ്കടൽ കൂടി പൂട്ടുന്ന വിധത്തിലേക്ക്, അമേരിക്കയ്ക്ക് കൂടുതൽ തിരിച്ചടി കൊടുക്കുന്ന വിധത്തിൽ, ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കടൽപാതകളാണ്. ഒന്ന് ചെങ്കടലും അല്ലെങ്കിൽ ബാബൽ മന്ദബ് കടലിടുക്കും, 2 ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കും. ഇത് രണ്ടും ഒരേ സമയം ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പ് ചെങ്കടൽ ഉപരോധിക്കാൻ പോകുന്നത് നമുക്കറിയാം. മുമ്പ് ഉപരോധിച്ചതുപോലെ ഹൂത്തി സംഘം തന്നെയായിരിക്കും. അപ്പൊ അവര് അവിടെ ഉപരോധിക്കുന്നു, ഹോർമുസ് ഇറാനും ഉപരോധിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള കപ്പൽ ഗതാഗതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അമേരിക്കൻ കപ്പലുകളെ ഇറാൻ ആക്രമിക്കുന്ന സാഹചര്യം വരുന്നു. ഇതെല്ലാം തിരിച്ചടിയാകുന്ന അമേരിക്കയ്ക്കാണ്. അതായത് ഈ യുദ്ധം തുടങ്ങിയത് പോലും ഇസ്രായേലിന്റെ വാക്കുകേട്ട്, നെതന്യാഹുവിന്റെ വാക്കുകേട്ട് അമേരിക്ക തുടങ്ങി വെച്ചൊരു സാഹസമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇസ്രായേലിന്റെ വാക്കുകേട്ട് യുദ്ധത്തെ പരിപോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ട്രംപ് ഒടുവിൽ ബുദ്ധിപൂർവം എന്ന് പറഞ്ഞാൽ ഒരു കുതന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത്രയും നാൾ കൂടെ നിന്നവരെ തള്ളിപ്പറഞ്ഞിട്ടായാലും വേണ്ടില്ല, ഇറാൻ എങ്ങനെയെങ്കിലും ഹോർമുസ് തുറന്ന് ഈ കരാറിൽ ഒപ്പുവെക്കണം എന്ന ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ എന്ന നിർബന്ധത്തോടു കൂടി അല്ലെങ്കിൽ എന്ന താല്പര്യത്തോടു കൂടി ട്രംപ് ശ്രമിച്ചു നോക്കുകയാണ്. നോക്കുക, ലോകത്ത് ഇത്രയും ഗതികെട്ട ഒരു അമേരിക്കൻ പ്രസിഡന്റ് വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ വരികയാണ്. കാരണം യുദ്ധം തുടങ്ങുന്ന സമയത്ത് എന്തായിരുന്നു ഇവരുടെയൊക്കെ വർത്തമാനങ്ങൾ, വീരവാദങ്ങൾ? ഇറാനെ തീർക്കും, ഇറാൻ ആണവ പരീക്ഷണം നിർത്തിവെക്കണം, ഇറാന്റെ ന്യൂക്ലിയർ എനർജി ഞങ്ങൾ കൊണ്ടുപോകും, ഇറാനിൽ ഭരണമാറ്റമുണ്ടാകും, ഇറാൻ ഞങ്ങൾ പിടിച്ചെടുക്കും, ഇറാനിൽ ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഹോർമുസ് കടലിടുക്കിന് ട്രംപിന്റെ പേരിടും, എന്തൊക്കെയായിരുന്നു. എന്നിട്ട് ഇതിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പൊ ഇറാനിലേക്ക് അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളിൽ ഇറാനിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വാർത്തയുടെ അടിയിൽ ഒരു പ്രേക്ഷകൻ കമന്റ് ഇട്ടത് ഇറാനിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ എന്നാണ്. എല്ലാ വീഡിയോയിലും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇറാന് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു പുതിയ കാര്യമല്ല. ഇറാനെ സംബന്ധിച്ച് 45 വർഷത്തിലേറെയായി പ്രതിരോധ മുനമ്പിൽ തന്നെയാണ് ആ രാജ്യമുള്ളത്. ഏത് നിമിഷവും ഇത്രയും വലിയൊരു ആക്രമണം ആ രാജ്യം പ്രതീക്ഷിച്ചിരുന്നു. ആയത്തുള്ള അലി ഖാംനെയി എന്ന കൊല്ലപ്പെട്ട അവരുടെ പരമോന്നത നേതാവ്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്തസാക്ഷിയായ അവരുടെ പരമോന്നത നേതാവ് നേരത്തെ മുതൽ തന്നെ താൻ കൊല്ലപ്പെടും എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നയാളാണ്. രക്തസാക്ഷിയാകുന്നത് അനശ്വരമായ കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ രീതിയിൽ ഇനി താൻ കൊല്ലപ്പെട്ടാൽ എന്തൊക്കെ നടക്കണം ഇറാനിൽ എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ പദ്ധതി പോലും തയ്യാറാക്കി വെച്ച് മുന്നോട്ട് പോയിരുന്ന ആളാണ്. അപ്പോ ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുക, ഇറാനിലെ നേതാക്കൾ കൊല്ലപ്പെടുക, ഇറാന്റെ സൈന്യത്തിന് ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ഇറാൻ അത് പ്രതീക്ഷിക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ വലിയ സംഭവം എന്ന നിലയിൽ പറയേണ്ടതില്ല. അതൊരു നോർമൽ കാര്യം. അത് ഇറാനിൽ ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ ഇറാനിൽ തകർന്നു, പക്ഷെ ഇറാൻ തിരിച്ചടിക്കുന്നു എന്നുള്ളതിലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. കാരണം ഇറാനെ തകർത്തു, ഇറാനെ ഇല്ലാതാക്കി, ഇറാൻ തീർന്നു എന്നൊക്കെയാണ് അമേരിക്കയും ഇസ്രായേലും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുന്നത്. അപ്പൊ ഇപ്പോഴാ ഇറാൻ തീർന്നു എന്ന് പറഞ്ഞിടത്ത് ഇറാന്റെ മുഴുവൻ അണ്ടർഗ്രൗണ്ട് മിസൈൽ സെറ്റപ്പും ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ സജീവമായി എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അതിന് പിന്നാലെ ലെബനൻ മറ്റൊരു വാർത്ത നോക്കൂ. ലെബനനിലെ ഇസ്രായേൽ നടപടി, US-ഉമായുള്ള ചർച്ച നിർത്തി ഇറാൻ, ഉപരോധം ചെങ്കടലിലേക്ക്, ഹോർമുസ് അടയ്ക്കും എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു എന്ന് ഏറ്റവും ഒടുവിൽ വാർത്ത വരികയാണ്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിയിൽ പ്രതിഷേധിച്ച് US-ഉമായുള്ള സമാധാന ചർച്ച നിർത്തിവെച്ചതിന് ശേഷം ഇറാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ചെങ്കടൽ കൂടി ആക്രമിക്കാൻ പോവുകയാണ് എന്നാണ്.
ഇതൊക്കെ നെതന്യാഹുവിനും ട്രംപിനും കൊടുക്കുന്ന പ്രഹരം അല്ലെങ്കിൽ അത് ആഘാതം എന്ന് പറയുന്നത് ചെറുതല്ല, അതിശക്തമായ ആഘാതം തന്നെയാണ് ഇരു യുദ്ധ കൊതിയന്മാർക്കും ലഭിക്കുന്നത്. അതായത് യുദ്ധത്തിലൂടെ പരിഹരിക്കാം പ്രശ്നങ്ങൾ, യുദ്ധത്തിലൂടെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ എല്ലാവരെയും കീഴ്പ്പെടുത്താം എന്ന് സാധാരണ രാജ്യങ്ങളോട്, ഒരു ദുർബല രാജ്യത്തോട്, അല്ലെങ്കിൽ ഇവരുടെ കണക്കിൽ ഇവരെക്കാൾ താഴെയുള്ള രാജ്യങ്ങളോട് അങ്ങനെ എന്ത് തോന്നിയവാസവും കാണിക്കാം എന്ന നിലയിൽ വെനസ്വലയിൽ നിന്ന് കിട്ടിയ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇറാന്റെ നെഞ്ചത്ത് കയറിയതാണ്. ദാ ഇപ്പോ 8ന്റെ പണി ഇവർ മേടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ചെങ്കടൽ കൂടി ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഇസ്രായേലിനെ അടക്കം ബാധിക്കും. ഇസ്രായേലിന്റെ തുറമുഖ നഗരങ്ങൾ, ഇസ്രായേലിലെ പ്രൊഡക്ഷൻ കമ്പനികൾ എല്ലാത്തിനെയും ബാധിക്കും. നേരത്തെ ഗുരുതരമായ സ്ഥിതിവിശേഷം ഇസ്രായേലിൽ ഉണ്ടായതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിൽ ഉണ്ടാകുന്ന ഇത്തരം സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഭരണപരമായ പ്രശ്നങ്ങൾ, അതൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല, സെൻസർഷിപ്പോടെ പല രീതിയിലും. എന്ന് മാത്രമല്ല, ഇപ്പം മറ്റൊരു കാര്യം കൂടി നോക്കുക. ട്രംപിന്റെ ഹിതപരിശോധന നടക്കുന്ന സാഹചര്യം, ട്രംപിന് വലിയ പിന്തുണയില്ലാത്ത സാഹചര്യം, ട്രംപിനെ താഴെ ഇറക്കാൻ വേണ്ടി അവിടുത്തെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യം, നെതന്യാഹുവും സമാനമായ രീതിയിൽ അവിടുത്തെ അധികാരത്തിൽ നിന്ന് നെതന്യാഹുവിനെ നിഷ്കാസിതരാക്കാൻ വേണ്ടി അവിടുത്തെ എതിർ ഗ്രൂപ്പുകൾ ശക്തമായി ഉയർന്നു വരുന്ന സാഹചര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ, ജനഹിതത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ രണ്ട് ഭരണാധികാരികളും സ്ഥാനഭ്രഷ്ടരാകും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യുദ്ധം തുടങ്ങി കുടുങ്ങി ഒടുങ്ങുന്ന, യുദ്ധത്താൽ തന്നെ അവർ ഒടുങ്ങുന്ന സാഹചര്യത്തിന് ലോകം സാക്ഷിയാകാൻ പോവുകയാണ്. എന്തായാലും യുദ്ധക്കൊതിയന്മാർക്ക് കനത്ത പ്രഹരം നൽകുന്ന വിധത്തിലേക്ക് ഇക്കണ്ട സാഹചര്യങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് ഇറാന്റെ ഗെയിം പ്ലാൻ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ കൂടുതൽ ഗെയിം പ്ലാനുകളിലേക്ക് പോകുന്നു. അവർ കൂടുതൽ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. അമേരിക്കയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക, ഇരുവരെയും, അമേരിക്കയും ഇസ്രായേലിനെയും തമ്മിൽ തല്ലിക്കുക, ഇസ്രായേലിന് കനത്ത സമ്മർദ്ദം കൊടുക്കുക, നെതന്യാഹുവിന്റെ പദ്ധതികളൊക്കെ പൊളിക്കുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങളുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ യുദ്ധതന്ത്രങ്ങളെല്ലാം വിജയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആരോടും ഒരു ഒത്തുതീർപ്പിനുമില്ലാതെ സ്വന്തം ആത്മാഭിമാനവും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരമാധികാരവും പണയം വെക്കാതെ ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ അത് ചരിത്രത്തിലാദ്യമായി ഇത്രയും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് അമേരിക്കയെയും ഇസ്രായേലിനെയും എത്തിച്ചിരിക്കുകയാണ്.